ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് തികഞ്ഞ സമാധാനത്തോടും സന്തോഷത്തോടും ദൈവത്തോടും ദൈവജനത്തോടുമുള്ള ഏറ്റവും വലിയ നന്ദി കൊണ്ട് മാത്രമാണ്. എന്നാൽ എനിക്കൊരു കാര്യം അറിയാം. ഞാനിന്ന് ഈ അനുഭവിക്കുന്ന സമാധാനത്തിനോ സന്തോഷത്തിനോ ഞാൻ അർഹനല്ലായിരുന്നു. ഈ കൃപയ്ക്ക് ഞാൻ യോഗ്യനല്ലായിരുന്നു. എങ്കിലും കർത്താവ് എന്നെ കൈവിട്ടില്ല. എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നു. പാപികളെ സ്നേഹിക്കുന്ന ഒരു യേശു ഇന്നും ജീവിക്കുന്നു. തള്ളിപ്പറഞ്ഞിട്ടും തള്ളിക്കളയാത്ത യേശുക്രിസ്തു ഇന്നും പ്രവർത്തിക്കുന്നു. തകർച്ചയുടെ നടുവിൽ നിന്നും ആഴക്കുഴിയിൽ നിന്നും പാപത്തിൻ്റെ കൂരാക്കുടുക്കിൽ നിന്നും കരകയറ്റുന്ന ഒരു യേശുക്രിസ്തു ജീവിക്കുന്നു. അവൻ മരിച്ച് മൺമറഞ്ഞു പോയ ദൈവമല്ല. അവൻ കണ്ണുനീരിനെ മറികടന്നു പോകുന്ന ദൈവമല്ല. മുട്ടിയാൽ തുറക്കാത്ത ദൈവമല്ല. യാചിച്ചാൽ കൊടുക്കാത്ത ദൈവമല്ല. അയോഗ്യതകളൊന്നും നോക്കാതെ, പിന്മാറ്റമൊന്നും നോക്കാതെ, പ്രിയമുള്ളവരെ, എനിക്ക് കരുണ തോന്നുന്നവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണമെന്നോട് കനിവ് തോന്നുകയും ചെയ്യുന്ന ആ കർത്താവായ യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു. അവൻ നമ്മുടെ മധ്യേ പ്രവർത്തിക്കുന്നു. ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയായിരുന്നു കഴിഞ്ഞ 5 മാസങ്ങളായി ഞാൻ കടന്നുപോയിക്കൊണ്ടിരുന്നത്. എനിക്ക് ദുബായിൽ ബിസിനസ്സാണ്. 2025 എന്ന വർഷം എൻ്റെ ബിസിനസ് ജീവിതത്തിൽ കോവിഡിന് ശേഷം ഏറ്റവും നല്ലൊരു വർഷമായിരുന്നു. ബിസിനസ്സിൽ വളരെ ഉയർച്ചയും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ബിസിനസ് എല്ലാം വളരെ മനോഹരമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഒക്ടോബർ മാസത്തിൽ ആ ബിസിനസ് ഏറ്റവും നല്ല രീതിയിൽ നിൽക്കുമ്പോഴാണ് എനിക്ക് കാറുകളുടെ കയറ്റുമതിയാണ്. ഒക്ടോബർ മാസത്തിൽ ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണ്. ഡിസംബറിന് ശേഷം, ഡിസംബർ 25-ാം തീയതിക്ക് ശേഷം ആ നാട്ടിലേക്കുള്ള വാഹനങ്ങളുടെ ഇറക്കുമതി നിരോധിക്കുകയാണ്. പുതിയ പോളിസികൾ വരികയാണ്. അത് പ്രകാരം ഞങ്ങൾക്ക് ഇറക്കുമതി ചെയ്യാൻ പറ്റുകയില്ല. വളരെ കുറച്ച് സമയം മാത്രമാണ് ഉള്ളത്. ആ ദേശത്തു നിന്ന് പുതിയ കാറുകളുടെ കയറ്റുമതിക്ക് വലിയ നിയന്ത്രണം വരാൻ പോവുകയാണ്. അപ്പോൾ എത്രയും വേഗം എനിക്ക് അത്യാവശ്യം കോണ്ടാക്റ്റ് എല്ലാം ഉള്ളതുകൊണ്ട് ഞാൻ ഒരു വർഷം ചെയ്യുന്ന കാറുകളേക്കാൾ കൂടുതലായി പെട്ടെന്ന് കാറുകളെല്ലാം ഓർഡർ ചെയ്തു. ബിസിനസ് പ്രകാരം നോക്കുമ്പോൾ അതെല്ലാം വളരെ കൃത്യമായാണ് ചെയ്തത്. പക്ഷെ ഒരു ആത്മീയമായൊരു തെറ്റ് വന്നു. ഞാൻ പല കാര്യങ്ങളും തുടങ്ങുമ്പോൾ കർത്താവിനോട് ചോദിച്ചാണ്, പ്രാർത്ഥിച്ചെല്ലാമാണ് പലപ്പോഴും എല്ലാം തുടങ്ങാറുള്ളത്. പക്ഷേ ഈ ഒരു വലിയ ഒരു ബിസിനസ്സിൽ തീരുമാനമെടുത്തപ്പോൾ കർത്താവിനോട് ആലോചന ചോദിച്ചില്ല, ഞാൻ പ്രാർത്ഥിച്ചല്ല തുടങ്ങിയത്. പ്രിയമുള്ളവരെ, എല്ലാം വളരെ മനോഹരമായി തന്നെയാണ്, ഒരു പ്രശ്നങ്ങളും ഇല്ലാതെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എല്ലാം ശരിയാവുകയാണെങ്കിൽ നവംബർ മാസത്തോടു കൂടി കാറുകളെല്ലാം വരാം. ഡിസംബറിന് മുൻപ് ഇത്രയും കാറുകൾ കയറിപ്പോവാം. കസ്റ്റമേഴ്സ് എല്ലാവരും ഓർഡറുകളെല്ലാം കൺഫേം ചെയ്തിരിക്കുന്നു. പുതിയ അനേകം മാർക്കറ്റുകൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് കയറ്റുമതി നിർത്തുമെന്ന് പറഞ്ഞപ്പോൾ പുതിയ മാർക്കറ്റുകളും പുതിയ ഓർഡറുകളും എല്ലാം കൺഫേം ചെയ്യുന്നു. വളരെ നന്നായി തന്നെ പോകുന്നു. എന്നാൽ പ്രതിസന്ധി തുടങ്ങുകയായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ച സമയത്ത് കാറുകളൊന്നും വരുവാൻ തക്കോണം ഷിപ്മെൻറ്റ് വളരെ താമസം. കാറുകൾ കയറ്റി പോരാൻ ഷിപ്മെൻറ്റുകൾ കിട്ടാതെയാകുന്നു. ഡിസംബറിൽ വരുമെന്ന് പ്രതീക്ഷിച്ച കാറുകൾ 10% പോലും ആ സമയത്ത് എത്തിയില്ല. എന്നാലും എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, വളരെ സമ്പന്നരായ കസ്റ്റമേഴ്സ് എനിക്കുണ്ട്, മാർക്കറ്റിൽ ഞങ്ങൾക്ക് നല്ല പേരുണ്ട്, ഇമേജ് ഉണ്ട്.
നല്ല വിശ്വാസം ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് ഞങ്ങളുടെ കമ്പനിയിലുണ്ട്. സ്വയത്തിൻ്റേതായ പല ചിന്തകളും തെറ്റായ കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല, ഇതെല്ലാം സത്യവുമായിരുന്നു. ഒരു ആശ്രയം, അതിലെല്ലാം ഒരു ആശ്രയമുണ്ടായിരുന്നു. ഇതെല്ലാം എനിക്ക് തന്നെ തരണം ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു സ്വയം, ഒരു അഹങ്കാരം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഡിസംബറിലാണ് ഞാൻ വെക്കേഷന് ഇവിടെ വരുന്ന. പ്രതിസന്ധി തുടങ്ങുന്ന സമയമാണ്. ഒരിക്കലും എന്നാലും തരണം ചെയ്യാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഡിസംബറിൽ ഇവിടേക്ക് വന്നത്. നവംബറിൽ നമ്മുടെ ചെയിൻ പ്രെയർ തുടങ്ങുന്ന സമയം. ആദ്യമെല്ലാം എനിക്കത് തുടങ്ങിയപ്പോഴൊന്നും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. പിന്നീട് ആ ചെയിൻ പ്രെയർ നമുക്ക് എല്ലാ ദിവസവും ഒരു കൃത്യസമയത്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ തീരുമാനത്തോട് പുറമേ ഞാനൊന്നും പറഞ്ഞില്ല. എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ചില ചോദ്യങ്ങൾ. ഇത് ആവശ്യമുണ്ടോ? ഈ ഒരു വിഷയം തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തായിരിക്കും പ്രാർത്ഥിക്കുന്നത്? ഇതിങ്ങനെ മുന്നോട്ട് പോകേണ്ട വരുമോ എന്നുള്ളൊരു ചിന്ത എൻ്റെ ഉള്ളിൽ. ഞാൻ ആരോടും പറഞ്ഞില്ല. അപ്പോഴാണ് എൻ്റെ ഈ പ്രതിസന്ധി തുടങ്ങുന്നത്. ഞാൻ മുൻപ് നിങ്ങളോട് പറഞ്ഞതുപോലെ ഞാൻ ദൈവമക്കളോട് പറഞ്ഞു, ഇങ്ങനെ ബിസിനസ്സിലൊരു പ്രതിസന്ധിയുണ്ട്, ഒന്ന് പ്രാർത്ഥിക്കണം. ആ ചെയിൻപറിൻ്റെ ആദ്യ ദിവസങ്ങളിലെല്ലാം എൻ്റെ പേരൊന്നും പറയാതെയാണ്, ഒരു ബിസിനസ്സിൽ പ്രതിസന്ധി ഉണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം എനിക്കത് ആരോടും പറയുവാൻ താല്പര്യമുണ്ടായിരുന്നില്ല. എനിക്ക് ചെറുതാവാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പേരൊന്നും വെളിപ്പെടുത്തായിരുന്നത്. ഞാൻ ലീവിന് വന്ന് പെട്ടെന്ന് ലീവ് ക്യാൻസൽ ചെയ്ത് തിരിച്ച് ദുബായിലേക്ക് പോയി. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ. ആ സമയം കൊണ്ട് ഈ കാറുകളെല്ലാം വന്നു. കയറ്റുമതി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വന്നു. ഈ കാറുകൾ മുഴുവൻ പൈസ കൊടുത്തല്ല കൊണ്ടുവരുന്നത്, ഇവിടെ വരുമ്പോൾ കൊടുത്താൽ മതി. കാറുകൾ വന്നു. ഒരിക്കലും എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൻ്റെക്കാളും ആലോചിക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറത്തുള്ള വലിയ തുക കൊടുക്കേണ്ടി വരുന്നു. കസ്റ്റമേഴ്സ് എല്ലാം ഓർഡറുകൾ ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഒരു 60% ഓർഡറുകളെല്ലാം ക്യാൻസലായിപ്പോയി. സപ്ലയേഴ്സിനെല്ലാം വലിയ തുക കൊടുക്കണം. ഒരിക്കലും എനിക്ക് തീർക്കുവാൻ പറ്റില്ല. ഒരാൾക്കും സഹായിക്കാൻ പറ്റാത്ത വലിയ പ്രതിസന്ധി. ഞാൻ ഫാമിലിയെ തിരികെ കൊണ്ടുപോകാനായിട്ട് ഇവിടെ വന്നു. അപ്പോഴാണ് പ്രിയപ്പെട്ട സാറ് പറഞ്ഞത് തുറന്ന് പറയണമല്ലോ എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഒരു ഞായറാഴ്ച ഇവിടെ നിന്ന് തുറന്ന് ദൈവമക്കളുടെ വിഷയമെല്ലാം വെളിപ്പെടുത്തിയത്. അന്ന് മുതൽ ഒരു ആത്മാർത്ഥമായ പ്രാർത്ഥന സഹായം. എനിക്കറിയാം, കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ ഓരോരുത്തരും പ്രാർത്ഥിക്കുമ്പോൾ എത്രമാത്രം ആത്മാർത്ഥതയോടെ സ്വന്തം വിഷയം പോലെ ദൈവമക്കൾ ദൈവസന്നിധിയിൽ കരഞ്ഞതും, അനേകർ സ്വന്തം ജീവിതത്തിൽ സമർപ്പണം എടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചതുമെല്ലാം ഞാൻ കണ്ടു. എന്നാലും എനിക്ക് എൻ്റെ കഴിവിലൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഞാൻ തിരിച്ചു ചെന്ന്, പക്ഷെ എന്നാൽ ഒരാൾ പോലും പ്രതീക്ഷ നൽകുന്ന ഒരു വാക്കുകൾ പോലും പറഞ്ഞില്ല. ആ സമയത്താണ് ആദ്യത്തെ യുദ്ധം തുടങ്ങുന്നത്. പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നങ്ങൾ കൂടുകയായിരുന്നു. ഒരു ഭാഗത്ത് സപ്ലയേഴ്സിൻ്റെ ഒരിക്കലും വഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രഷർ. ഇത് പ്രത്യേകിച്ച് ആരോടും, എൻ്റെ സ്റ്റാഫിനോട് പറഞ്ഞിട്ടോ ആരോടും പറഞ്ഞിട്ടോ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്നാലും എനിക്കൊരു പ്രതീക്ഷയുണ്ട്, എനിക്കിത് തരണം ചെയ്യാൻ പറ്റും എന്ന്. ഞാൻ പോയി 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ശരിക്കും നിരാശപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ മുഴുവനും മരവിച്ച് തകർന്നൊരവസ്ഥ. അന്ന് ചേംബറിന് ശേഷം ഞാൻ ഏറ്റവും തകർന്നവനായി, സകല പ്രതീക്ഷയും കൈവിട്ടവനായി. കർത്താവിൽ മാത്രം പ്രതീക്ഷ വെച്ച കർത്താവ് എന്നെ രൂപാന്തരപ്പെടുത്തുക, എന്നെ മെരിക്കുകയായിരുന്നു. എൻ്റെ ആളത്വം കർത്താവ് എന്നെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അനേകം അത്ഭുതങ്ങൾ കണ്ടവനാണ്. ഈ സത്യവിശ്വാസത്തിൽ വന്നതിന് ശേഷം, സമർപ്പണം എടുത്തതിന് ശേഷം ഏറ്റവും താഴ്ന്നു കിടന്നിരുന്ന എൻ്റെ കുടുംബത്തെ ദൈവം പണിയുന്നത് ഞാൻ കണ്ടതാണ്. സ്വന്തമായി ഒരു സെൻറ്റ് ഭൂമിയോ ഒരു വീട് പോലും ഇല്ലാതിരുന്ന, സകലതും തകർന്ന കടബാധ്യതകൾ കൊണ്ട് വലഞ്ഞുപോയ 6 സഹോദരിമാരും ഞങ്ങൾ 2 ആൺമക്കളും അടങ്ങുന്ന വലിയ കുടുംബത്തെ ദൈവം കരം പിടിച്ച് കൊണ്ടുവരുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തു ഞങ്ങളുടെ കുടുംബത്തിൽ ഒരാൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നത് മാനിച്ച് ദൈവം ഓരോന്നോരോന്നായി ദൈവം നടത്തി തന്ന് ഞാൻ കണ്ടതാണ്. എൻ്റെ സഹോദരിയുടെ മാരകമായ ക്യാൻസർ 5 വർഷം ആയുസ് മാക്സിമം കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അത് കർത്താവ് പൂർണ്ണ രോഗസൗഖ്യം കൊടുത്ത് 25 വർഷത്തിലേറെയായി ചേച്ചി ആരോഗ്യത്തോടെ നടക്കുന്നത് ഞാൻ കണ്ടതാണ്. ഒരിക്കലും കുഞ്ഞുങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ തികച്ചും നോർമലായി ആരോഗ്യമുള്ള 4 കുഞ്ഞുങ്ങളെ ദൈവം തന്നത് ഞാൻ കണ്ടതാണ്. പറഞ്ഞാൽ തീരാത്തവണ്ണം അനവധി നന്മകൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങളെല്ലാം ഞാൻ കണ്ടതാണ്. കർത്താവ് നേരിട്ട് പ്രവർത്തിക്കുന്നത്, പ്രാർത്ഥനയെ മാനിക്കുന്നത് ഞാൻ കണ്ടതാണ്. എന്നാൽ
ആ പ്രാർത്ഥന കേൾക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് മുഴുകെ കൊടുക്കാതെ, കർത്താവിനോട് ആലോചന ചോദിക്കാതെ, എൻ്റെ സ്വയത്തിൽ, എൻ്റെ കഴിവിൽ, എൻ്റെ എക്സ്പീരിയൻസിൽ, എൻ്റെ കസ്റ്റമർ കോണ്ടാക്ട്സിൽ, എൻ്റെ വിശ്വാസ്യതയിലെല്ലാം ഞാൻ ആശ്രയം വെച്ചു പ്രിയമുള്ളവരെ, ഒന്നും പ്രയോജനം ചെയ്തില്ല. ഒരു ദിവസം പോലും മുന്നോട്ട് പോകുവാൻ പറ്റാത്ത വിധത്തിൽ പ്രതിസന്ധിയാണ്. പ്രത്യേകിച്ച് യുദ്ധം കൂടി തുടങ്ങിയതുകൊണ്ട് ഇതിനൊന്നും ഒരു രീതിയിലും ഫിനാൻസ് ചെയ്യുവാനൊന്നും ആരും തയ്യാറാവുകയില്ലായിരുന്നു. എന്നാൽ തികച്ചും അത്ഭുതമെന്ന് പറയട്ടെ പ്രിയമുള്ളവരെ, ആ വന്ന എല്ലാ വാഹനങ്ങൾക്കും തന്നെ പല രീതിയിൽ പ്രൈവറ്റ് ഫിനാൻസും എല്ലാമായിട്ട് മുഴുവനും ഫിനാൻസ് എല്ലാം ഇട്ട് ഏകദേശം ഒരു 2 മാസത്തേക്ക് അതെല്ലാം സെക്യൂർ ആക്കുവാൻ ആദ്യത്തെ ആ ഒരു പ്രതിസന്ധി തികച്ചും അത്ഭുതകരമായി. ഇന്ന് നോക്കുമ്പോൾ എനിക്കറിയില്ല എങ്ങനെയാണ് അതെല്ലാം സാധിച്ചത്. കാരണം യുദ്ധം നടക്കുന്ന ഒരു സ്ഥലത്ത് ഇതുപോലെ ഒരു ഫെസിലിറ്റി തരുവാൻ ആരും തയ്യാറാവുകയില്ല. പക്ഷേ ദൈവം പ്രവർത്തിച്ചു. ദൈവങ്ങളുടെ പ്രാർത്ഥനയെ മാനിച്ച് ഒരു 60 ദിവസത്തേക്ക് അതെല്ലാം ഏകദേശം ഒന്ന് മാനേജ് ചെയ്യുവാനായിട്ട് സാധിച്ചു. എന്നാലും ഓരോ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും വലിയൊരു സമാധാനം, ഞാൻ ആ തകർന്നുപോയ അവസ്ഥയിൽ നിന്ന്, എല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്ന് ഉറപ്പായിരുന്ന ഒരവസ്ഥയിൽ നിന്ന് അതെല്ലാം അങ്ങ് മറന്നു കളയുവാൻ തക്കവണ്ണം ഒരല്പം പോലും ഒരു ചിന്തയിൽ പോലും ഇതിൻ്റെ ഒരു വിഷയങ്ങൾ വരാത്തവണ്ണം കർത്താവ് അതങ്ങോട്ട് പൂർണ്ണമായിട്ട് അങ്ങ് ഹൃദയത്തിൽ നിന്ന് മാറ്റി തന്നു പറഞ്ഞാൽ തികഞ്ഞ സമാധാനം കൊണ്ട്, കർത്താവ് ഒരു വിഷയമേ അല്ലാത്തവണ്ണം തികഞ്ഞ സമാധാനം കൊണ്ട് എൻ്റെ കർത്താവ് എല്ലാറ്റിനും അധികായവനാണെന്നും അവൻ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണെന്നും എൻ്റെ സ്വയവും എൻ്റെ അഹങ്കാരവും ഞാനെന്ന വ്യക്തിത്വവും എല്ലാം താഴെ വെച്ച് കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ ഒന്നുമില്ല, ഞാൻ ഒന്നുമല്ല എന്ന് തുറന്ന് സമ്മതിക്കുമ്പോൾ കർത്താവിന് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് അവനെ പഠിപ്പിക്കുകയായിരുന്നു പ്രിയമുള്ളവരെ. അതെല്ലാം കഴിഞ്ഞു. പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവത്തിൽ വരുമ്പോഴാണ് ദുബായിൽ പെട്ടെന്നൊരു കാലാവസ്ഥയുടെ ഒരു അനൗൺസ്മെൻറ്റ് വരുന്നത് 2 ദിവസത്തേക്ക്. അതിനു മുൻപ് ഇതുപോലെ വലിയൊരു പ്രതിസന്ധി വന്നപ്പോൾ കർത്താവ് എന്നെ കരകയറ്റിയതാണ് ദൈവമക്കളുടെ പ്രാർത്ഥനയെ മാനിച്ച്. പറയുകയാണ്, ഒരു ദിവസം രാത്രി 12 മണിക്ക് തുടങ്ങി പിറ്റേ ദിവസം വരെ തുടർച്ചയായ മഴയും അതുപോലെ ഹെയിൽ സ്റ്റോമും ആലിപ്പഴവും പെയ്യുവാനുള്ള സാധ്യതയുണ്ട്. അവിടെ പറഞ്ഞാൽ നോർമൽ രീതിയിൽ അതെല്ലാം നടക്കുന്ന ഒരു കാര്യമാണ്. ദൈവമക്കളോട് പ്രത്യേകം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു ദൈവം പ്രാർത്ഥന കേൾക്കും എന്ന് നല്ല ഉറപ്പുണ്ടായിരുന്നു. എന്നാൽ പറഞ്ഞതുപോലെ രാത്രി 12 മണിക്ക് നമ്മുടെ സ്വിച്ച് ഇട്ടതുപോലെ മഴ, അതുപോലെ ശക്തമായ മഴയും കാറ്റും എല്ലാം തുടങ്ങാൻ തുടങ്ങി. 1 മണിക്കൂറോളം ആ മഴ പെയ്യാനങ്ങ് തുടങ്ങിയിട്ട് അതുപോലത്തെ മഴ ഞാൻ ഒരുപക്ഷെ ദുബായിൽ കണ്ടിട്ടില്ലായിരുന്നു. അതുപോലെ മഴ. അത് മുന്നോട്ട് പോവുകയാണെങ്കിൽ എനിക്കറിയാം ഈ കെട്ടിയിരിക്കുന്ന വണ്ടികളെല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്ന് എനിക്കറിയാം. ഒന്നും പ്രത്യേകിച്ച് ചെയ്യുവാനില്ല. എന്നാൽ കൃത്യം 1 മണിക്കൂർ കൊണ്ട് പൂർണ്ണമായിട്ടും ആ മഴ, ഒരു ദിവസം നീണ്ടു നിൽക്കുന്നു എന്ന് പറഞ്ഞ മഴ പൂർണ്ണമായിട്ടും നിന്നു. എന്നാലും അത് വളരെ വെള്ളപ്പൊക്കമെല്ലാം ഉണ്ടായി. പിറ്റേ ദിവസം ഞങ്ങൾ വാഹനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ആ സ്ഥലങ്ങളിലെല്ലാം വിളിച്ച് ചോദിച്ചു. അപ്പോഴാണ് അറിയുന്നത്, ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അതിന് ഒരു തലേ ദിവസം ഏകദേശം 100-ലധികം കാറുകൾ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് അവിടുത്തെ ആ യാർഡിൻ്റെ ഓണർക്ക് തോന്നിയ വണ്ടികൾ അവിടെ നിന്ന് മാറ്റിയിട്ടേക്കാം. പ്രത്യേകിച്ച് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം ആ വണ്ടികൾ അവിടെ നിന്ന് മാറ്റിയിട്ടു. ഞങ്ങൾ ആ കാറ് കിടന്ന പഴയ സ്ഥലം മുഴുവനും വെള്ളത്തിൽ മുങ്ങിപ്പോയിരുന്നു. അതുപോലെ വേറൊരു യാർഡിൽ 1000-ലധികം കാറുകൾ കിടക്കുന്നതാണത്. താൽക്കാലികമായി കിട്ടിയിരിക്കുന്ന ഒരു യാർഡായിരുന്നു. അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ അവരുടെ കാറുകൾ വരുന്നതുകൊണ്ട് ഞങ്ങളുടെ കാറുകൾ എത്രയും വേഗം മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. നിവൃത്തിയില്ലാത്തതുകൊണ്ട് ആ കാറുകൾ അവിടെ നിന്ന് മാറ്റേണ്ടി വന്നു. എന്നാൽ ഞങ്ങളുടെ കാറുകൾ കിടന്ന ആ 1000-ലധികം വണ്ടികൾ കിടന്ന സ്ഥലത്ത് കിടന്ന എല്ലാ കാറുകളും മുഴുവനായി മുങ്ങിപ്പോയി. ഞങ്ങളുടെ കാറുകൾക്കൊന്നും പറ്റാതെ വണ്ണം ദൈവം കാത്തു പരിപാലിച്ചു. ദൈവം നടത്തുന്ന വഴികൾ ഞാൻ ഓരോന്നോരോന്നായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പ്രിയമുള്ളവരെ. അപ്പോൾ ഇതെല്ലാം പയ്യെ തീർന്നു തുടങ്ങുന്ന, ബിസിനസ് തുടങ്ങുന്ന സമയത്താണ് 2ാമത്തെ യുദ്ധം തുടങ്ങുന്നത്. അത് അതിഭീകരമായിരുന്നു. ആദ്യത്തെ ദിവസം തന്നെ അവിടെ പോർട്ടിൽ മിസൈൽ വീഴുകയുണ്ടായി. വളരെയധികം കാറുകളെല്ലാം, ഞങ്ങളുടെ വണ്ടികളിട്ടിരിക്കുന്ന അടുത്ത് തന്നെയാണ് മിസൈൽ വീണത്. വളരെയധികം കാറുകളെല്ലാം പൂർണ്ണമായും നശിച്ചു. എന്നാൽ വളരെ കുറച്ച് കാറുകൾക്ക് ചെറിയതായൊരു ഡാമേജ് വന്നല്ലാതെ ഞങ്ങളുടെ കാറുകൾക്കൊന്നും സംഭവിച്ചില്ലാത്തവണ്ണം ദൈവം കാത്തു പരിപാലിച്ചു. എന്നാലും യുദ്ധം ഇത്രമാത്രം കൂടുതലായപ്പോൾ പോർട്ടുകളെല്ലാം അടച്ചു. ഞങ്ങൾ പറഞ്ഞ ആ 60 ദിവസത്തെ ഏകദേശം ദിവസങ്ങളെല്ലാം തീർന്നു. ഞങ്ങൾക്ക് പൈസ തിരിച്ചു കൊടുക്കേണ്ട സാഹചര്യം വന്ന് വീണ്ടും പ്രതിസന്ധിയിലേക്ക്, ദൈവം ആഴങ്ങളിലേക്ക് നടത്തിയായിരുന്നു. വീണ്ടും പ്രതിസന്ധി. ഒരു രീതിയിലും മുന്നോട്ട് പോകുവാൻ പറ്റാത്ത അവസ്ഥയിൽ. വാറ് നടന്നപ്പോൾ ഒരു കസ്റ്റമേഴ്സ് പോലും വരുന്നില്ല. അവിടെ ഉണ്ടായിരുന്നവരെല്ലാം തന്നെ പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നു. അതിഭീകരമായ ആ ഒരവസ്ഥ എനിക്കറിയാമായിരുന്നു. അത് തരണം ചെയ്യാൻ സാധിക്കുന്ന ഒന്നല്ല. ഒരു 15 ദിവസത്തേക്ക് കർത്താവെ ഒന്ന് നിർത്തി തരാമോ? ഒരു 15 ദിവസത്തേക്ക്, കൂടുതലൊന്നും ചോദിച്ചല്ലോ, ഒരു 15 ദിവസത്തേക്ക് നിർത്തി തരാമോ എന്ന്.
ആ സീസ് ഫയർ ഇന്ന് 15 ദിവസം കഴിഞ്ഞിരിക്കുന്നു പ്രിയമുള്ളവർ. എന്നാൽ ഈ ചുരുങ്ങിയ സമയങ്ങൾ കൊണ്ട് തന്നെ തികച്ചും അത്ഭുതകരമായി ഒരു വലിയൊരു അത്ഭുതം എന്നാണെന്ന് വെച്ചാൽ, ഈ പ്രശ്നങ്ങൾ നടന്നപ്പോൾ പുതിയ കാറുകളൊന്നും അങ്ങോട്ട് വരാതെയായി. അപ്പോൾ ഈ 15 ദിവസം വളരെയധികം ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലായി വാഹനങ്ങൾക്ക് ഡിമാൻഡ് വന്നു. ഞങ്ങൾ ഏകദേശം ഒരു 70% കാറുകൾ ഞങ്ങൾക്ക് ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ എല്ലാം കൊടുത്തു തീർക്കുക. തികച്ചും ഭൗതികമായ ഒരു കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ അത്ഭുതകരമായ വലിയൊരു പ്രതിസന്ധിയിൽ നിന്ന്, ഇല്ലെങ്കിൽ എനിക്കറിയാം ഈ പ്രതിസന്ധി എനിക്ക് കരകയറാൻ പറ്റിയില്ലായിരുന്നുവെങ്കിൽ ആ ദേശത്തു നിന്ന് ചിലപ്പോൾ ഒരുപക്ഷെ ഇത് എത്രയും വേഗം കുടുംബമായി ദേശത്തേക്ക് വരേണ്ടി വരുമായിരുന്നു. കാരണം തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ലയബിലിറ്റി ആയിരുന്നു, കടബാധ്യതയായി അത് തീരുമായിരുന്നു. ഞാൻ 50% നഷ്ടത്തിൽ കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോലും ആരും എടുക്കുവാനില്ലായിരുന്ന ഒരവസ്ഥയിൽ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കറിയാം ഒരിക്കലും ഈ പ്രതിസന്ധി ഈ പ്രാർത്ഥനയിൽ കൂടി ഒറ്റ കാര്യം കൊണ്ട് കർത്താവ് കൃപ തോന്നി അത്ഭുതകരമായി നടത്തിയതാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഒരിക്കലും എൻ്റെ കഴിവിനോ എൻ്റെ പ്രാപ്തിക്കോ എൻ്റെ കസ്റ്റമേഴ്സിനോ എൻ്റെ സ്റ്റാഫിനോ എനിക്ക് ഇതിലെല്ലാം അഭിമാന വിഷയങ്ങളായിരുന്നു. ഇതെല്ലാം എൻ്റെ അഭിമാന വിഷയങ്ങളായിരുന്നു. ഞാൻ അഭിമാന വിഷയങ്ങളായി വെച്ചിരുന്നതെല്ലാം മുഴുവനായും താഴെ വെച്ച് ഞാൻ എന്ന വ്യക്തി ഒന്നിനും കൊള്ളാത്തവനാണെന്നും ഒരു കഴിവില്ലാത്തവനാണെന്നും കർത്താവ് യേശുക്രിസ്തു കൂടെ ഇല്ലെങ്കിൽ വെറും സീറോയാണെന്ന് ദൈവം ഈ നാളുകളിൽ എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തിരിച്ച് നോക്കുമ്പോൾ പ്രിയമുള്ളവരെ, വിശ്വസിക്കുവാൻ എനിക്ക് പ്രയാസമാണ്. കർത്താവ് എങ്ങനെയാണ് ഈ 5 മാസം, ഈ അവസാനത്തെ 3 മാസം എത്ര സമാധാനത്തോടെ, എത്ര സന്തോഷത്തോടെ, എത്ര പ്രത്യാശയോടെ, വലിയ കടപ്പാടുണ്ട്, വലിയ നന്ദിയുണ്ട്. ദൈവമക്കളുടെ ആ സ്നേഹം എന്ന് പറയുന്ന ആളുകളിൽ നല്ലതുപോലെ അനുഭവിക്കാൻ ദൈവം വലിയൊരു ഭാഗ്യം തന്നു. എനിക്കൊരു കാര്യം മനസ്സിലായി, കർത്താവ് എന്തെല്ലാം ഉണ്ടെങ്കിലും എന്തെല്ലാം പ്രാഗൽഭ്യം ഉണ്ടെങ്കിലും നല്ലതാണ്. കസ്റ്റമേഴ്സിനോട് നല്ല രീതിയിൽ പെരുമാറുന്നത് നല്ലതാണ്. ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നല്ലതാണ്. പ്ലാനും പദ്ധതികളും എല്ലാം നല്ലതാണ്. പക്ഷേ കർത്താവായ യേശുക്രിസ്തു ഇല്ലാതെ ഇതിനൊന്നും പ്രയോജനമില്ല. ഒരു നിമിഷം മതി സകലതും തകർന്ന് തരിപ്പണമായി പോകാൻ എന്നുള്ളത് കർത്താവ് ഈ നാളുകളിൽ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ചെയിൻ പ്രിയർ തുടങ്ങിയത് ഈ പ്രതിസന്ധി ഘട്ടം ഞങ്ങളുടെ കുടുംബജീവിതത്തിലും ഏറ്റവും മനോഹരമായി കുടുംബജീവിതം മുന്നോട്ട് പോകുവാൻ, എടുത്ത പഴയ സമർപ്പണങ്ങളിലേക്കെല്ലാം പയ്യെ പയ്യെ തിരികെ പോകുവാൻ, പ്രാർത്ഥനാ ജീവിതം തുടങ്ങുവാൻ. ദുബായിൽ 8 മണിക്കാണ് ചെയിൻ പ്രെയർ. ആ സമയമാകുമ്പോൾ തന്നെ എത്ര തിരക്കാണെങ്കിലും അതിലേക്ക് ചേരുവാൻ തക്കവണ്ണം വലിയൊരു കൊതിയും ആഗ്രഹവും കുടുംബജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും എല്ലാം പയ്യെ പയ്യെ ദൈവം ഒരു അടുക്കും ചിട്ടയും എല്ലാം ദൈവം തന്നുകൊണ്ടിരിക്കുന്നു. ഒരിക്കൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവമക്കൾ കൂടി പറഞ്ഞു, നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് ഭാര്യാഭർത്താക്കന്മാരെ കൈകോർത്ത് പിടിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം പല പ്രാവശ്യം കേട്ടതാണ്. പക്ഷേ അതെല്ലാം പയ്യെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് വരുമ്പോൾ ദൈവം തരുന്ന ആ ഒരു സമാധാനം, ആ ഒരു സ്നേഹം, പ്രിയമുള്ളവരെ, അതൊരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സമാധാനം ദൈവകൃപ കൊണ്ട് കർത്താവ് എന്നെ നിറയ്ക്കുന്നു. പ്രിയമുള്ളവരെ, ഇത് ദൈവമക്കളുടെ മുമ്പാകെ വന്ന് എൻ്റെ ദൈവം നല്ലവനാണെന്ന് പറയുവാൻ തക്കൊണ്ടും ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നു. അത്ഭുതകരമായി ദൈവം എല്ലാം മനോഹരമായി നടത്തി. പ്രിയമുള്ളവരെ, എല്ലാം തീർന്നു എന്നല്ല, ഇനിയും പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ഇത്രത്തോളം നടത്തിയ ദൈവം അന്ത്യത്തോളം നടത്തുവാൻ ശക്തനാണെന്ന് എനിക്കറിയാം. ഈ ഭൗതികമായ പ്രശ്നം എൻ്റെ ആത്മീയമായ ഉണർവിനൊരു മുഖാന്തരമായി തീർന്നു. എൻ്റെ മാത്രമല്ല, എൻ്റെ കുടുംബത്തിൻ്റെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ എല്ലാവരുടെയും ഒരു വീണ്ടും സമർപ്പണത്തിലേക്ക്, ഒരു പുനഃസമർപ്പണത്തിലേക്ക്, കർത്താവിന് വേണ്ടി ജീവിക്കണമെന്ന്, ഈ കാണുന്ന ഒന്നും ആശ്രയം വയ്ക്കുവാൻ കൊള്ളുന്നതല്ല എന്നും, ഈ ഭൂമിയിൽ സമ്പത്ത് വേണം, സൗകര്യങ്ങൾ വേണം, എല്ലാം വേണം, പക്ഷേ അതൊന്നും ഒരു ആശ്രയമാകാതെ കർത്താവ് യേശുക്രിസ്തുവിൽ മാത്രം ആശ്രയം വയ്ക്കുവാൻ തക്കവണ്ണം ഈ നാടുകളിൽ കർത്താവ് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ദുബായിൽ ഒരു ചെറിയൊരു കൂട്ടായ്മയുണ്ട്. നിങ്ങൾ ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അവിടെ യേശുക്രിസ്തുവിൻ്റെ കറവറ്റാത്ത സാക്ഷിയായി, വിശുദ്ധ സാക്ഷിയായി, വിശ്വസ്ത സാക്ഷിയായി കുടുംബമായി ഞങ്ങൾക്ക് വേല ചെയ്യാൻ തക്കവണ്ണം നിങ്ങൾ ഇനിയും തുടർന്നും എനിക്കും എൻ്റെ കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സാക്ഷിയിൽ നിന്ന് വിരമിക്കുന്നു.